ഹരേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നല്ലൊരു രാമായണ മാസത്തിൻ്റെ ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ്. കർക്കിടക മാസം കടന്നു പോവുകയാണ്. നമ്മൾ പറയും, പഴയ കേരളത്തിലെ അമ്മമ്മമാരൊക്കെ പറയും, ദേവന്മാരൊക്കെ മല കയറിപ്പോയി പിതൃക്കളുടെ കാവലുണ്ടാവുന്ന കാലമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഭക്തിയോടുകൂടി ഭഗവാന്റെ രാമായണ പാരായണം ചെയ്യുകയും നമ്മൾ ആയുർവേദ ചികിത്സകളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആരോഗ്യത്തെയും മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ദൃഢമാക്കുന്ന കാലയളവാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഇന്ന് ശങ്കരാചാര്യ സ്വാമികളുടെ കനകധാരാ സ്തോത്രത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ശങ്കരാചാര്യ സ്വാമികൾ ചെറിയ കുട്ടിയായിരിക്കുന്ന ബാലനായിരിക്കുന്ന സമയത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഒരു ജീർണിച്ച് ദരിദ്രമുള്ള ഒരു ഇല്ലത്തെത്തി. അപ്പോൾ ആ ഇല്ലത്തെത്തിയപ്പോൾ തന്നെ ശങ്കരാചാര്യ സ്വാമികൾക്ക് മനസ്സിലായി ഇവിടെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. എന്നാലും അമ്മയെന്ന് വിളിച്ച് യാചിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരികയും അവർക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ വലിയ സങ്കടമാവും. കാരണം ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരു സ്വാമി ആയിട്ടുള്ള ഒരു യോഗിയായിട്ടുള്ള ഒരു കുഞ്ഞ് വരികയും നല്ല തേജസ്സുള്ളൊരു കുട്ടി, പക്ഷേ ഇവിടെ കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന് നോക്കുമ്പോൾ അവർ മുറ്റത്ത് നിന്ന് നെല്ലിക്ക വീണത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുറ്റത്ത് നിന്ന് നെല്ലിക്ക പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെല്ലിക്ക എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുട്ടിക്ക് ആ ശങ്കരാചാര്യ സ്വാമികൾക്ക് കൊടുത്തു. അപ്പം ശങ്കരാചാര്യ സ്വാമിക്ക് വലിയ സങ്കടമാവുകയും ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ആ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ചുകൊണ്ട് കനകധാരാ സ്തോത്രം ചൊല്ലുകയും അവിടെ സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിയുകയും ചെയ്തു. ഇന്നും കേരളത്തിൽ ആ ഇല്ല ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നും സമ്പൽ സമൃദ്ധമായി ഇന്നും ആ ഇല്ല ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തേ കനകധാരാ സ്തോത്രമൊക്കെ ചൊല്ലി സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിക്കാൻ ശക്തി ഉണ്ടായിരുന്ന ആ ശങ്കരാചാര്യ സ്വാമികൾക്ക് എന്തുകൊണ്ട് ഈ ഭിക്ഷ യാചിക്കാതെ സുഭിക്ഷമായി എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭഗവാനിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നില്ല? പിന്നെ ഭിക്ഷ യാചിക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരൊക്കെ തലമുണ്ഠനം ചെയ്തിട്ടുണ്ടാവും. തലമുണ്ഠനം ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. അപ്പം അഹങ്കാരമൊക്കെ വെടിഞ്ഞ് ഈ ലോകത്തെ ഭൗതികമായ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് അവരിൽ വളരെ ലളിതമായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവരത്രത്തോളം ആ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്നന്നത്തെ ഭക്ഷണം, വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കിട്ടുന്ന ആ നിമിഷം അവരുടെ ഭിക്ഷ നിർത്തും. അല്ലാതെ അവരുടെ കീശയിൽ കുറേ ധനധാന്യ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല. അവർക്ക് വിശക്കുമ്പോൾ ആ വിശപ്പിനാവശ്യമായത് ഭിക്ഷ യാചിക്കും. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് ഭിക്ഷ തരൂ എന്നും പറഞ്ഞ് യാചിക്കും. അവർക്ക് ആ വിശപ്പടക്കുമ്പോൾ അവരെ നിർത്തുകയും ചെയ്യും. അപ്പം ഒരാളുടെ മുന്നിൽ അഭിക്ഷയായി യാചിക്കുമ്പോൾ അവരേറ്റവും എളിമയുള്ള അത്രയും ആ മനസ്സിനെ പാകപ്പെടുത്തി, ശരിക്കും നമ്മൾ ഡൗൺ ടു ഏർത്ത് എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് അവരെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ഭഗവാനിൽ നിന്ന് അവർക്ക് എന്തും സ്വീകരിക്കാനുള്ള മനഃശക്തിയും തപോബലവും ഉള്ളവരായിരിക്കും. ശങ്കരാചാര്യ സ്വാമികളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറുകളോളം പറയാൻ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രഭാവം തന്നെയാണ്. വ്യക്തി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മഹാദേവൻ്റെ തന്നെ അവതാരമാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ച് കുറഞ്ഞ സമയം കൊണ്ട് കുറേ ക്ഷേത്രവിധികളും തന്ത്രവിധികളും ഉണ്ടാക്കി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച് ഇന്നും ശങ്കര ജന്മഭൂമിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്, കേരളീയരായ നമ്മൾ വരുന്നത് എന്ന് പറയുമ്പം നോർത്ത് ഇന്ത്യൻസിന് നമ്മളോടുണ്ടാവുന്ന ബഹുമാനം അത്രയും വലുതാണ്. അപ്പം കനകധാരാ സ്തോത്രം ചൊല്ലുക എന്ന് പറയുന്നത് ലക്ഷ്മി പ്രസാദം ഉണ്ടാവാൻ വളരെ വിശേഷമായ കാര്യമാണ്. ശ്രദ്ധയോടെ മനഃശുദ്ധിയോടെ നല്ല രീതിയിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.